ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കപ്പ് വിനാഗിരി ഉണ്ടോ, ഒരു 100 കാര്യങ്ങൾ ചെയ്യാൻ. ഇതറിഞ്ഞാൽ വീട്ടമ്മമാർ ഓടിപ്പോയി മേടിക്കും വിനാഗിരി. നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എത്ര നരച്ചുമുടിയാണെങ്കിലും മീശയാണെങ്കിൽ നമുക്ക് കട്ടക്കറുപ്പാക്കാൻ ഇത് മാത്രം മതി. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പിലേക്ക് പോകാം. ഇവിടെ കുറച്ച് വിനാഗിരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കുപ്പി വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള കുറച്ച് സൂത്രങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊക്കെ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് ടിപ്പ്, ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് എല്ലാവരുടെ വീടുകളിൽ കാണും. അപ്പോൾ നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് തങ്ങി നിൽക്കും. ഇറച്ചിയും മീൻ്റെയൊക്കെ ആകുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കറണ്ട് പോയാൽ ഭയങ്കര സ്മെല്ലും കൂടെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ആ സ്മെല്ലെല്ലാം അബ്സർവ് ആവും. ഇങ്ങനെ വെക്കുവാണെങ്കിൽ വിനാഗിരി തന്നെ ഒഴിച്ച് വെച്ചാലും മതി. അല്ലെങ്കിൽ കോഫി പൗഡർ കൂടി ഇട്ട് വെക്കുവാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കോഫി പൗഡറും ഇട്ടിട്ട് ശേഷം നമ്മുടെ ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നമ്മൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ കുറച്ചൊന്ന് ഒഴിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ അകത്ത് ബാഡ് സ്മെല്ല് ഉണ്ടാകത്തേ ഇല്ല. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഫ്രീസറിനുള്ളിലും അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അകത്തും ആണെങ്കിലും ഇങ്ങനെ വെക്കാവുന്നേ ഉള്ളൂ. നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ് കുക്കർ അല്ലേ. അപ്പോൾ ഈ കുക്കർ ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ് അടുപ്പിൽ എന്തെങ്കിലും പൊടിയോ അഴുക്കോ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഗ്യാസ് തീരാറാവുമ്പോൾ ഇതുപോലെ കരി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോഴത്തേക്ക് ആ കരി കളയാൻ ഭയങ്കര പാടായിരിക്കും. നമ്മൾ ഉരച്ചൊരച്ച് നമ്മുടെ കൈ വേദനിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ലപോലെ നമ്മുടെ കുക്കറിൻ്റെ ഒരു ഭാഗവും അത് എത്ര കറ പിടിച്ച കുക്കറാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് വൈറ്റ് കളറിൽ ഞാൻ കുറച്ച് ടൂത്ത് പേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് കുറച്ചൊന്ന് വെള്ളം തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അതിലെല്ലാം ഒന്ന് തേച്ച് വെക്കുക. ആ തേച്ച് വെച്ചതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റോളം ഒന്ന് വെച്ചേക്കുക. അതിനുശേഷം നമുക്കൊന്ന് കഴുകി നോക്കിക്കുകയും നല്ല വളവളാന്ന് മിന്നും നമ്മുടെ എത്ര പിന്നെ അഴുക്ക് പിടിച്ച കറ പിടിച്ച സ്റ്റീൽ പാത്രമാണെങ്കിൽ അലുമിനിയം പാത്രമാണെങ്കിൽ വിനാഗിരി ചേർത്തിട്ട് ഇങ്ങനെ കഴുകുവാണെങ്കിൽ നല്ലപോലെ വെളുവളാന്ന് വെളുക്കുകയും ചെയ്യും. നല്ലൊരു തിളക്കമായിരിക്കും. പുതുപുത്തം മേടിച്ചതുപോലെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ വിനാഗിരി ഒന്ന് തേച്ചിട്ട് ഞാൻ ജസ്റ്റ് 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കാണിക്കാം. സ്ക്രബ്ബർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തേക്കുന്നുണ്ട്. ഒരുപാടിട്ട് ഉരയ്ക്കോ എടുക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി. ഇത് കണ്ടില്ലേ, ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം കഴുകി നോക്കുവാണെങ്കിൽ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. പിന്നെ ഇപ്പോൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് വെച്ചിട്ട് കഴുകിയാലും മതി കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ തന്നെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് അത് കഴുകി കാണിക്കാം കേട്ടോ. എനിക്ക് നല്ല റിസൾട്ടായിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണം. വിനാഗിരി സൂപ്പറാണ്. അത്രയും കഠിനമായിട്ട് കറ പിടിച്ചതുപോലെ നല്ല വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മൾ തുണിയൊക്കെ അലക്കാനിടും. ഒരുപാട് കുട്ടികളുടെ ബനിയന്, പാൻറ്, മുണ്ട്, കൈ ഇതെല്ലാം എടുക്കുമ്പോൾ ഇതൊരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും. ബാഡ് സ്മെല്ലായിരിക്കും. അതായത് വിയർപ്പ് നാറ്റമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള തുണികളിലെല്ലാം ഒന്ന് വാഷിംഗ് മെഷീനിലോ ബക്കറ്റിലോ നിങ്ങൾ അലക്കുവാണെങ്കിൽ ബക്കറ്റിൽ എടുക്കുവാണെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മുക്കി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യുക. അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ വാഷിംഗ് മെഷീനിലേക്ക് കുറച്ച് ഈ വെള്ളം നിറച്ചെടുക്കുക. തുണിയും മുക്കി വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് നനയ്ക്കി നോക്കൂ. ആ തുണിക്ക് നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും. അത് മാത്രമല്ല നല്ലൊരു സ്മെല്ലായിരിക്കും. ഇതിൻ്റെ കൂടെ പിന്നെ നമുക്ക് നിങ്ങൾ ഏതാണ് കംഫർട്ട് ആണെങ്കിൽ എന്താണെങ്കിലും ഒഴിച്ചെടുത്താൽ മതി. അലക്കി കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുമല്ലോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മുടെ വീടുകളിൽ ഇതുപോലെ പ്ലെയർ അതുപോലെ തന്നെ ആണികളൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എടുത്ത് വെക്കുന്ന ആണിയും അതുപോലെ പ്ലെയർ കത്രിക ഒക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ കത്തി ഇതൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വലിയ ബൗളിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. ഒത്തിരി സാധനങ്ങളുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും അതിനനുസരിച്ച് വിനാഗിരി 1/2 കപ്പോളം വിനാഗിരി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മുക്കി വെച്ചിട്ട് ഒന്ന് എടുത്ത് നോക്കി പുതിയതുപോലെ തന്നെ നമുക്കത് കിട്ടും. ആ തുരുമ്പ് ഫുള്ള് പോയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. കണ്ടോ, ഇത് തുറക്കാൻ പോലും പാടാതെ ഫുള്ള് തുരുമ്പ് എടുത്തിരിക്കുന്നത് വെള്ളത്തിൽ കിടക്കുമായിരുന്നത്. അപ്പോൾ ഇത് കണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ കഴിയുന്ന കൈ കൊണ്ട് ജസ്റ്റ് തൂത്തെടുത്തപ്പോൾ തന്നെ നല്ലപോലെ അത് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാൻ നല്ലതാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്ലെയറുകളും കാര്യങ്ങളൊക്കെ ഒന്നും കളയാതെ നമ്മൾ സൂക്ഷിച്ച് നമുക്ക് അത്യാവശ്യത്തിന് ഓടിപ്പോയി ഒന്നും മേടിക്കേണ്ട കാര്യമില്ല. വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് എളുപ്പമാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ വിനാഗിരിയിൽ കണ്ട നല്ല സൂപ്പറായിട്ട് പെട്ടെന്ന് തന്നെ അത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ.
അപ്പോൾ തുരുമ്പ് പിടിച്ചത് പ്ലെയർ നല്ലതായിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പ്ലെയർ നമ്മൾ ഈ മാലകളൊക്കെ ഉണ്ടാക്കാൻ കമ്മലൊക്കെ സെറ്റ് ചെയ്യുന്ന സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഇത് ഉണ്ടായിരുന്നു എനിക്ക്, അതിന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. അപ്പോൾ അത് ഇപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്, ഈ തുരുമ്പ് പിടിച്ച പോലെ ആയത് കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പുതിയ ഗ്ലാസ്സുകൾ മേടിക്കുമല്ലോ. അപ്പോൾ ഈ പുതിയ ഗ്ലാസ്സുകൾ മേടിച്ചാൽ നമ്മൾ കഴുകിയിട്ട് നമ്മൾ ചൂടുള്ള കാപ്പി ഒഴിക്കുമ്പോൾ ഗ്ലാസ് അങ്ങ് പൊട്ടിപ്പോകും. അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പാണ്, നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ്, അതായത് ചൂടോടെ കാപ്പി ഒഴിച്ച് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് പുതിയതോടെ മേടിക്കുമ്പോൾ കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഈ ഗ്ലാസ് കൂടെ മുക്കി 2-3 മിനിറ്റ് അവിടെ അങ്ങ് വെച്ചേക്കാം. അതിനുശേഷം നിങ്ങൾ കാപ്പി എടുത്ത് ചൂടുവെള്ളം ഒഴിച്ച് നോക്കും, നമ്മുടെ ഗ്ലാസ് പൊട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മളെല്ലാവരും സാധാരണ തേങ്ങാച്ചോറ് ഒക്കെ നമ്മൾ അടുപ്പത്തൊക്കെ വെക്കാറാണ് പതിവല്ലേ. അപ്പോൾ നമുക്ക് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ. ഈ തേങ്ങാച്ചോറ് ഗ്യാസ് അടുപ്പിൽ വെക്കാതെ, അങ്ങനെ തന്നെ വെക്കാതെ, അടുപ്പത്തും കൊണ്ട് വെക്കാതെ നമുക്ക് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ട് ഒന്ന് തേങ്ങാച്ചോറ് റെഡിയാക്കിയാലും, അത് നമ്മുടെ ഈ കലത്തിൽ. അപ്പോൾ ഞാൻ ഇന്ന് ചോറ് വെക്കാൻ എടുത്തപ്പോഴത്തേക്ക് തേങ്ങാച്ചോറ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ചെയ്ത അടിപൊളിയൊരു സൂത്രമാണ് കേട്ടോ. അപ്പം നമ്മുടെ റൈസ് കുക്കർ ആളൊരു മഹാസംഭവം തന്നെയാണ്. നമുക്ക് ബിരിയാണി വരെ വെക്കാം അതിനകത്ത് കേട്ടോ. അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ആ റൈസ് കുക്കറിലേക്ക് തേങ്ങാച്ചോറാണ് വെക്കുന്നത്. അപ്പം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അരി എടുക്കുക, കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരി ആ കലത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ തേങ്ങ, ജീരകം, അതുപോലെ തന്നെ മഞ്ഞൾ ഒക്കെ ഇട്ട് അരച്ചതാണിത്. അരച്ചിട്ട് ഞാൻ നല്ല പേസ്റ്റായിട്ട് അരച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. തേങ്ങാച്ചോറ് വെക്കാൻ എല്ലാവർക്കും അറിയാം. ചിലർ തേങ്ങാപ്പാലിലാണ് തേങ്ങാച്ചോറ് വെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്, തേങ്ങാപ്പാലിലാണെങ്കിലും വെക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമുക്കൊരു അളവിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചോറ് വെന്ത് വടിക്കുകയല്ലല്ലോ നമ്മൾ തേങ്ങാച്ചോറ് ചെയ്യുന്നത്, അതങ്ങ് വറ്റി ചോറും ആ വെള്ളം കറക്റ്റായിട്ട് കിടക്കണം, വെന്തും പോകരുത്, ഒരുപാട് കുഴഞ്ഞൊന്നും പോകാതെ, ഒരുപാട് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് അളവ്, എൻ്റെ കൈയുടെ ഒരു വരയനുസരിച്ചുള്ള അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതൊരു കറക്റ്റ് അളവാണ് കേട്ടോ. നമ്മുടെ അരിയെക്കാട്ടും മുകളിലായിട്ട് വെള്ളം കിടക്കണം. അതിനുശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഒറ്റ തിളപ്പിക്കുക. എന്നിട്ട് റൈസ് കുക്കർ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ച്, അടുപ്പത്ത് വെച്ചതിന് ശേഷം റൈസ് കുക്കർ ഇവിടെ റെഡിയാക്കി വെച്ചോണ്ടോ ഇതേ രീതിയിലൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അതേപടി തന്നെ നേരെ നമ്മുടെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുക. തിളപ്പിക്കുമ്പോൾ നല്ലൊരു തിളപ്പിച്ചതിന് ശേഷം റൈസ് കുക്കർ ഇറക്കി വെക്കുക. അതിനുശേഷം അത് അടച്ച് വെക്കുക. കണ്ടോ, അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ ഞാൻ റൈസ് കുക്കർ ഇറക്കി വെച്ചിട്ടുണ്ട്. റൈസ് കുക്കർ നല്ലപോലെ അടച്ച് വെക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കാര്യം അതിൻ്റെ അടപ്പെല്ലാം അതിലെല്ലാം പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ചോറ് വടിക്കുന്ന ഒരു സമയമാണ് ഈ തേങ്ങാച്ചോറ് വേണം. അപ്പം നമുക്ക് ഗ്യാസ് ലാഭമാണ്, ഒരുപാട് കഷ്ടപ്പെടേണ്ട. ഈ തേങ്ങാച്ചോറ് നോക്കിയിരിക്കേണ്ട കാര്യമില്ല, കരിഞ്ഞു നോക്കണ്ട, ഇതൊന്നും ചെയ്യേണ്ട. നമ്മുടെ ഗ്യാസും ലാഭിക്കാം, നമുക്ക് സമയം ലാഭിക്കാം. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റിൽ റൈസ് കുക്കറിൽ നമുക്ക് തേങ്ങാച്ചോറ് റെഡിയാക്കാൻ പറ്റും. ഇനി അടുത്തൊരു ടിപ്പ്, നമ്മൾ തേങ്ങാച്ചോറിനുള്ള കറിയാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്, വറുത്തരച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അടിപൊളി ഈ ഒരു സൂത്രം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. നമ്മുടെ വെളുത്തുള്ളി വീട്ടിൽ പൊടിച്ച് വെക്കുക, 2 സൂത്രം കൂടെ ചേർത്തിട്ടാണ് ഈ വെളുത്തുള്ളി പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ചിക്കൻ കറി, ബീഫ് കറി, അതുപോലെ മീൻ ഫ്രൈ, എന്ത് ഫ്രൈക്കാണെങ്കിലും, അതുപോലെ നൂഡിൽസൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു മസാല ഐറ്റത്തിൽ അതിന് പകരം ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു പൊടിയും കൂടി ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ആരും അങ്ങനെ കൂട്ടി കാണത്തില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു ടിപ്പല്ല, നല്ലൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയാണേ. ഇതാണ് നമ്മുടെ ഹെഡ് മസാജർ. അതുപോലെ നമുക്ക് ശരീരത്തിൽ വേദനയുള്ള ഭാഗങ്ങൾ ഇത് വെച്ച് മസാജ് ചെയ്യാൻ പറ്റും. തലയിൽ നമുക്ക് നല്ല ഉറക്ക ക്ഷീണമൊക്കെ ഉള്ളവർക്ക്, അതുപോലെ തന്നെ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മസാജ് ചെയ്യാൻ പറ്റും. നല്ലൊരിതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മസാജർ കണ്ട ഒന്ന് ആ പച്ച ബട്ടണിൽ ഒന്നിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് അത് കാണിക്കുന്നത് കണ്ട. എന്നിട്ട് നമ്മുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ട, ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പിടിച്ച് സപ്പോർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് നല്ലൊരു സുഖമാണ് ഇത് മസാജ് ചെയ്യുമ്പോൾ. തലയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ബ്ലഡ് ഓട്ടമൊക്കെ ഉണ്ടാകാൻ സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ കാലിലൊക്കെ വേദന, നമ്മുടെ മുട്ടുവേദന, കൈവേദനയൊക്കെ ഉള്ള ഭാഗങ്ങളിൽ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഇങ്ങനെ പ്രസ് ചെയ്ത് വിടുവാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ്. വേദനയൊക്കെ പോയി നല്ലൊരു ആശ്വാസം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവർക്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം, പോയി മേടിച്ചോളൂ കേട്ടോ. നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വില കൂടിയതും ഉണ്ട്, കുറഞ്ഞതും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം.
അപ്പം നമ്മളൊരു ഫംഗ്ഷന് പോകാൻ ഇറങ്ങി നിൽക്കുക. അപ്പോൾ നമ്മുടെ മുടിയും അതുപോലെ തന്നെ മീശയൊക്കെ നരച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉടനെ പോയി ഡൈ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഡൈ ചെയ്യുമ്പോൾ ഇരിച്ചു നേരമെങ്കിൽ നമ്മൾ ഇരിക്കണ്ടേ? അപ്പോൾ ഇതൊന്നും ഇരിക്കണ്ട കേട്ടോ. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ കേട്ടോ, പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിക്കാണിത്. ഹെയർ സ്റ്റിക്കാണ്, ഡൈ ചെയ്യുന്നൊരു സ്റ്റിക്കാണിത്. ഇപ്പോൾ ഈ സ്റ്റിക്ക് മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ സമയമുള്ളപ്പോൾ നമ്മൾ വീട്ടിൽ ഡൈ നാച്ചുറലായിട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ സമയം ഇല്ലാത്ത കൊണ്ട് നമ്മളിപ്പോൾ പോകാൻ ഇറങ്ങിയേക്കും നരച്ച മുടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ടെൻഷനല്ലേ. അപ്പം അങ്ങനെയുള്ളവർ ഈ ഒരു സ്റ്റിക്ക് മേടിച്ച് കൈ വെച്ചേക്കുക. അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി കേട്ടോ. വാട്ടർ പ്രൂഫാണ്, അത് വെള്ളം ഒഴിച്ചാലും പോകില്ല. നമ്മൾ പിന്നെ വന്ന് സോപ്പിട്ടൊക്കെ കഴിയാലൊക്കെ അത് പോകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് പേടിക്കുന്നുണ്ട്. മുണ്ടിലും പറ്റത്തില്ല, തുണിയിലും പറ്റത്തില്ല, മുഖത്തൊന്നും പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ ഇക്കയുടെ മീശയിലാണ്, മീശ അങ്ങിങ്ങ് ചെറിയ ചെറിയ ഇടുന്നറിയാം. അപ്പോൾ നാച്ചുറലായിട്ട് ഞാൻ ഡൈ ചെയ്തിട്ടൊക്കെ മീശയൊക്കെ നല്ല കറുത്തിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും അവിടെ ഇവിടെയൊക്കെ ഇതുപോലെ പൊങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ അവിടേക്ക് ഞാനിതുപോലെ ഒന്ന് തേച്ച് ജസ്റ്റ് ഇതുകൊണ്ട് നമ്മൾ ആ ഒരു ബ്രഷ് കൊണ്ട്, അതിൻ്റെ തന്നെ ബ്രഷ് കൊണ്ട് തന്നെയാണ് ഇതുപോലെ തൂത്ത് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് കറുത്തിട്ട് നല്ല സ്റ്റിക്കി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതിൻ്റെ വൃത്തിക്ക് നമുക്ക് ഫംഗ്ഷനോ കാര്യങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് പോകാനും പറ്റും. യാതൊരു ഇതുമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സമയം ലാഭം, ടൈമിലെല്ലാം ലാഭമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യാം. അപ്പോൾ ഇത് കണ്ടത് നല്ല അടിപൊളിയായിട്ടൊന്ന് കറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിനകത്ത് ആൽമണ്ട് ഓയിൽ അടങ്ങിയിട്ടുണ്ട്, അവക്കാഡോയുടെ ഓയിൽ അടങ്ങിയിട്ട്, അങ്ങനെ ഒരുപാട് നാച്ചുറലായിട്ട് കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഓൺലൈനിൽ തന്നെയാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ മുഖത്തൊന്നും പറ്റുക എടുക്കുകയൊന്നും ചെയ്യത്തൊന്നുമില്ല. ഒരു നല്ല റിസൾട്ടാണ് കേട്ടോ. പെട്ടെന്ന് ഗ്രേ കളറിന് ടച്ചപ്പ് ചെയ്ത് വിടാവുന്ന സാധനമാണ്. ടച്ചപ്പ് ചെയ്താൽ മാത്രം മതി. ഒരുപാട് നേരം നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. മുഖം തുടച്ചാൽ പോലും പോകത്തില്ല, ടവലിലും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് വെച്ചോളൂ. പെട്ടെന്ന് ഇപ്പോൾ നമ്മളെവിടെ ഒരു ടൂർ പോവുകയാണെങ്കിൽ അവിടെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂത്രമാണ് കേട്ടോ. പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല മിനുസോടെ തന്നെയാണ് ഇത് തിളങ്ങി നിൽപ്പുണ്ട് മീശ. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.